ഷേമബബ്രോ കാദീശോ ഹാദാലഹോ ഷാരേറോ ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19ഉം 20ഉം തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. യോസേപ്പ് പിതാവിനെക്കുറിച്ച് കൂടുതലായി പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. അപ്പോൾ യോസേപ്പ് പിതാവിനെക്കുറിച്ച് പറയുകയാണ് അവളുടെ ഭർത്താവായ യോസേഫ് എന്ന് പറഞ്ഞാൽ കന്യാമറിയത്തിന് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന യോസേപ്പ് പിതാവ്. ദൈവം എങ്ങനെ യോസേപ്പ് പിതാവിനെ നയിച്ചുവോ അതേപടി തന്നെ തൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ച ഒരു വ്യക്തിയാണ്, ദൈവത്താൽ നയിക്കപ്പെട്ട വ്യക്തി. അതുകൊണ്ടുള്ള പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുവാൻ ആ വിശുദ്ധന് സാധിക്കും എന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കൊറോണ കാലം, വലിയ മഹാമാരിയുടെ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ച് സഭ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ യേശുവ പിതാവിൻ്റെ സഹായം തേടുമ്പോൾ, യേശുവ പിതാവിൻ്റെ മധ്യസ്ഥത നമ്മൾ തേടുമ്പോൾ, ഇത് നമ്മളെ നേരായ വഴിക്ക് നയിക്കുവാൻ ആ പരിശുദ്ധാത്മ സഹായം അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കും. ഇവിടെ മത്തായി ശ്ലീഹ എഴുതിയിരിക്കുകയാണ്, അവൻ നീതിമാനായിരുന്നു. നീതിമാനായ വ്യക്തിയായിരുന്നു യോസേപ്പ് പിതാവ്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം പാപം ചെയ്യാതെ ജീവിക്കുക. നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പാപവുമായി എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, പാപത്തെ കീഴടക്കുവാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെ ജീവിതത്തിൽ നിറവേറ്റുവാനായി പരിശ്രമിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നീതിമാൻ. അങ്ങനെ യോസേപ്പ് പിതാവിനെക്കുറിച്ച് നീതിമാനായാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും, അതായത് കന്യാമറിയാത്തെ അപമാനിതയാക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം, അതായത് ഇവിടെ മത്തായി ശ്ലീഹ പറയുകയാണ്, ഈ യോസേപ്പ് പിതാവും മറിയമും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കല്യാണം നടന്നിട്ടില്ല, ഇവർ സഹവസിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കന്യാമറിയാം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ, ഇതാ 2 പേർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം നടന്നിട്ടില്ല, അവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ വധു ഗർഭിണിയായി കാണപ്പെടുക എന്ന് പറയുന്നത് വരനെ സംബന്ധിച്ച് വലിയ ഒരു വേദനയുടെ കാലഘട്ടമാണ്. എന്നാൽ സാധാരണ ഒരു വ്യക്തി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വധുവിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എടുക്കുന്ന തീരുമാനം. എന്നാൽ യോസേപ്പ് പിതാവിനെക്കുറിച്ച് മത്തായി ശ്ലീഹ പറയുകയാണ്, യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നത് കൊണ്ടും കന്യകമറിയാമിനെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. നമുക്കൊരു വേദന വന്നാൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയെ അപമാനിക്കുവാനാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ ടെൻഡൻസി. എന്നെ ഒരാൾ വേദനിപ്പിച്ചാൽ മറ്റുള്ളവരോടെല്ലാം ഇതാ ആ വ്യക്തി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിയെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപമാനിക്കുവാൻ പരിശ്രമിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യോസേപ്പ് പിതാവ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നതാണ്, ഇതാ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. അങ്ങനെ
നീതിമാനായ യോസേപ്പ് ഈ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ കർത്താവ് വീണ്ടും മാലാഖയിലൂടെ യോസേപ്പ് പിതാവിന് മെസ്സേജ് കൊടുക്കുകയാണ്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെയാണ് കന്യാമറിയം ഗർഭിണിയായത്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, അവൾ എങ്ങനെ പ്രഗ്നൻ്റായി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യോസേപ്പേ, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇതാ ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. കന്യാമറിയാം പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായത് എന്ന് മാലാഖ യോസേപ്പ് പിതാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത്രയും മാത്രമല്ല, മാലാഖ യോസേപ്പ് പിതാവിനോട് പറയുന്നത്, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഇനിയും വലിയ വിശ്വാസത്തിൻ്റെ രഹസ്യം യോസേപ്പ് പിതാവിന് മാലാഖ പറഞ്ഞു കൊടുക്കുകയാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. നീ അവന് യേശു എന്ന് പേരിടണം. ഇതാ വളർത്തുപിതാവായ യോസേപ്പിനോട് മാലാഖ പറയുകയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു ഇതാ പാപവിമോചകൻ, രക്ഷകനാണ്. പല പാപങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നവൻ, മനുഷ്യവംശത്തെ മുഴുവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നവൻ യേശു ക്രിസ്തു. ഇതാ യേശു എന്ന് നീ അവന് പേരിടണം. കന്യാ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഇതെല്ലാം മാലാഖ യോസേപ്പ് പിതാവിനോട് പറഞ്ഞു. 24-ാം വചനം, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. യോസേപ്പ് ചെയ്ത പ്രവൃത്തി ഇതാണ്. കർത്താവിൻ്റെ മാലാഖ എന്തു പറഞ്ഞോ അതുപോലെ തന്നെ അവൻ പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവം എന്തു പറയുന്നുവോ അത് കണ്ണുമടച്ച് ചെയ്യുക. ദൈവം എന്തു പറയുന്നുവോ അത് കണ്ണുമടച്ച് വിശ്വസിക്കുക, ചെയ്യുക, പ്രവർത്തിക്കുക. ഇതാ നീതിമാൻ്റെ ലക്ഷണമാണ് അത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം മാതൃകയായി കർത്താവ് തന്നിരിക്കുന്ന ഈ വളർത്തുപിതാവിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത നമ്മുടെ സഭയ്ക്കും നമ്മുടെ ലോകത്തിന് മുഴുവനും നമ്മുടെ ആത്മീയ ജീവിതത്തിലുമെല്ലാം നമുക്ക് കോട്ടയായിത്തീരും. ഇനിയും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം, അവിടെ നമ്മളിങ്ങനെ കാണുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ, അതായത് ജ്ഞാനികളായ 3 പേര് വന്നു, വിദ്വാൻമാർ 3 പേര് വന്നു. അവർ കുഞ്ഞിനെ ആരാധനകൾ അർപ്പിച്ചു, അവർ തിരിച്ചുപോയി. ഇതിനുശേഷം 13-ാം വചനം, അവർ പോയി കഴിഞ്ഞപ്പോൾ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം തിരുവചനം, അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു. വീണ്ടും മാലാഖ വരികയാണ്. മാലാഖ ഇതാ യോസേപ്പിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ജോസഫിന് അറിഞ്ഞുകൂടാ. യോസേപ്പ് പിതാവിന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാ നമുക്കൊരു കാര്യം അറിയാം, കർത്താവ് എന്തു പറയുന്നുവോ അത് അതേപടി അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് കൃപയാണ്, നന്മയാണ്, അവിടെ അനുഗ്രഹമാണ്. ഇവിടെ യോസേപ്പ് പിതാവിനോട് മാലാഖ പറയുകയാണ്, സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് ശിശുവിനെയും
അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക, മിസ്രൈമിലേക്ക് പോവുക. എന്നിട്ട് ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിലും ഒരു യോസേപ്പ് ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ യോസേപ്പിനെ ഇതാ യോസേപ്പിൻ്റെ സഹോദരങ്ങൾ വിറ്റു. അവനും ഈജിപ്തിലേക്ക് വന്നു. അവൻ ഈജിപ്തിലെ ഭരണാധികാരിയായി മാറി. ഇതാ പുതിയ നിയമത്തിൽ കർത്താവ് മലാഖയിലൂടെ പറയുകയാണ്, ഇതാ നീ ഈജിപ്തിലേക്ക് പോവുക, എന്നിട്ട് ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഈജിപ്തിൽ എന്നൊന്നും താമസിക്കാനല്ല, കർത്താവ് പറയുന്നത് വരെ അവിടെ താമസിക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹെറോദേസ് ഈ യേശുവിനെ വധിക്കുവാനായിട്ട് അന്വേഷണം തുടങ്ങും. അതുകൊണ്ട് ഇതാ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനായി ഹെറോദോസിൽ നിന്നും അവൻ്റെ പട്ടാളക്കാരിൽ നിന്നും യേശു കുഞ്ഞിനെ സംരക്ഷിക്കുവാനായിട്ട് കർത്താവ് ഈ ജോസഫ് വഴി ഈ കുടുംബത്തെ ഈജിപ്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ 14-ാം വചനം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ ഉണർന്ന്, യോസേപ്പ് പിതാവ് ഉണർന്നു, ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഒട്ടും താമസമില്ല. കർത്താവ് എന്തു പറഞ്ഞോ അത് അതേ നിമിഷം തന്നെ അനുസരിക്കുകയാണ്. ആ രാത്രി തന്നെ അവൻ ഈജിപ്തിലേക്ക് പോയി. 19-ാം തിരുവചനം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും കർത്താവ് മാലാഖ അയക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. അപ്പോൾ കർത്താവ് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. യോസേപ്പ് മാതാവിനെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി. കർത്താവ് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. യോസേപ്പ് ഇതാ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് വന്നു. അങ്ങനെ അവിടെ അങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് യോസേപ്പിനൊരു പേടിയായി. കാരണം അവിടെ ഹെറോദോസിൻ്റെ സ്ഥാനത്ത് ഹെറോദോസിൻ്റെ മകനായ അർക്കലോവോസാണ് ഭരിക്കുന്നത്. അപ്പോൾ അർക്കലോവോസ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരനായ ഭരണാധിപതിയാണ്. ഇതറിയാമായിരുന്ന യോസേപ്പ് പേടിച്ച് ഗലീലി എന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് അവിടെ താമസിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, മാലാഖ എന്തു പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്തു പറയുന്നു, ദൈവം മാലാഖ വഴി എന്തു പറയുന്നു അത് അതേപടി അനുസരിക്കുന്ന യോസേപ്പിനെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കുഞ്ഞിനെ സംരക്ഷിക്കുവാനായി യോസേപ്പ് പിതാവ് എടുത്ത ത്യാഗങ്ങൾ, എടുത്ത സഹനങ്ങൾ, ഇതെല്ലാം നാം ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ശരീരമാണ് സഭ. കർത്താവിൻ്റെ ശരീരമായ സഭയെ ഇതാ സംരക്ഷിക്കുന്നത് നമ്മുടെ വിശുദ്ധന്മാരാണ്. നമ്മൾ സുറിയാനിയിൽ ഗീതങ്ങളിൽ നമ്മുടെ വിശുദ്ധന്മാരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉത്തമ യൗസേപ്പിൻ അസ്ഥികളെ മോശ ബഹുമാനിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തിയിലെ യോസേപ്പ് പിതാവിനെക്കുറിച്ചാണ് പറയുന്നത്. ആ യോസേപ്പ് പിതാവിൻ്റെ അസ്ഥികളെ ഇതാ മോശ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പാട് സംഭവം നടക്കുന്ന സമയത്ത് മോശയുടെ കൈകളിൽ ഈ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്നു. അതുപോലെ വിശുദ്ധരെ നാം ബഹുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, കോപത്തിൻ്റെ കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് നീതിയുടെ അടി ലഭിക്കാതിരിക്കാൻ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ക്രോധത്തിൻ്റെ കാലത്ത് നീതിയുടെ അടി
നമുക്ക് ലഭിക്കും. നീതിയുടെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അതായത് പാപം ചെയ്തു കൂട്ടുന്ന മനുഷ്യന് പാപത്തിൻ്റെ ആ അനന്തര ഫലമായി ഒരുപക്ഷെ നീതിയുടെ അടികൾ ഉണ്ടാകുമ്പോൾ ഇതാ ഈ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് യോസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടണം. ആ പിതാവ് നമ്മുടെ യേശുക്കുഞ്ഞിനെ സംരക്ഷിച്ചതുപോലെ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ സംരക്ഷിക്കുവാൻ കഴിയും യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത. എന്ന് മാത്രമല്ല, പിശാചുക്കളുടെ തന്ത്രം, കുടില തന്ത്രങ്ങളാണ് പിശാചിനുള്ളത്. നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാനുള്ള കുടില തന്ത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുവാൻ യോസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടണം. ഇതുപോലെ തന്നെ ഔസേഫ് എന്നുള്ള സുറിയാനി വാക്കിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, കൂട്ടുക, ടു ഇൻക്രീസ്. ഔസേഫ് എന്നതിന് കൂടുതൽ ഔസേഫ് എന്ന് പറയുന്നത് അതേ വാക്ക് തന്നെയാണ് യോസേഫ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. യോസേഫ് എന്ന് പറയുന്നത് ആ സുറിയാനി വാക്കിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെയും എൻ്റെയുമൊക്കെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആ ദൈവിക സാന്നിധ്യം നമുക്കെപ്പോഴും വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ ദൈവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായും യോസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഇതുപോലെ തന്നെ കുഞ്ഞിനെയും അമ്മയെയും മാതാവിനെയും സംരക്ഷിച്ചവനാണ് യോസേപ്പ് പിതാവ്. അതുകൊണ്ട് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ പാപപ്രലോഭനങ്ങൾ വീണുപോകാതിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് പിശാചിൻ്റെ തന്ത്രം നമ്മളെ പാപത്തിലേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ് എങ്കിൽ, ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ വീണുപോകാതെ നമ്മളെ താങ്ങുവാൻ വിശുദ്ധരുടെ എല്ലാം പ്രാർത്ഥന നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് യോസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യോസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും ഇതാ പലപ്പോഴും നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് വിശുദ്ധരെയൊക്കെ ഇങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമുള്ളൂ? ദൈവമല്ലേ പരിശുദ്ധൻ, ദൈവം മാത്രമാണ് പരിശുദ്ധൻ, മനുഷ്യനെല്ലാവരും പാപികളാണ് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധരുടെ മധ്യസ്ഥത എങ്ങനെ നമ്മളെ സംരക്ഷിക്കും? പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തവരായുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുകയാണ്, ലോകവും അതിൻ്റെ മോഹങ്ങളും എല്ലാം കടന്നു പോകും, എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ദൈവഹിതം ഒരു വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നേക്കും നിലനിൽക്കും. അങ്ങനെയുള്ളവരാണ് വിശുദ്ധർ. യോഹന്നാൻ 10:30 പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഇനി യോഹന്നാൻ 10:34 യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? എന്നിട്ട് പറയുകയാണ്, വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. അപ്പം ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ, ദൈവവചനം ആര് സ്വീകരിച്ചുവോ, ദൈവവചനം അനുസരിച്ച് ആര് ജീവിച്ചുവോ, അങ്ങനെ ദൈവകൃപയിൽ ആരെല്ലാം നിറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം വിശുദ്ധരാണ്, അവരെല്ലാം സെയിൻസാണ്. കാരണം അവർക്കിപ്പോൾ മാത്രമല്ല, അവരിത് കഴിഞ്ഞിട്ടും. അതുകൊണ്ടാണ് 116-ാം സങ്കീർത്തനത്തിൽ 115-ാം സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അതിൻ്റെ 17-ഉം 18-ഉം തിരുവചനങ്ങൾ, മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, പാപത്തിൽ മരിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ചു, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നാണ്. അങ്ങനെ മരിച്ചവരും അവർ നിശബ്ദതയിലാണ്ടുപോയി, അവർക്ക് കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും, സുറിയാനി പറയും, ഹോഷോ വബ്കൂലസ് ബാൻ ലവൽ മീൻ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. അവരെപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെയും
യോസേപ്പ് പിതാവിൻ്റെയും മധ്യസ്ഥത, അതോടൊപ്പം തന്നെ എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥത. അനേകം വിശുദ്ധന്മാർ നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുകയാണ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ ആ വലിയ സമൂഹം, സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. വിശുദ്ധരുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. മാലാഖമാരുടെ വലിയ വൃന്ദങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന്. യോസേപ്പ് പിതാവിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം വിശുദ്ധി അല്ലെങ്കിൽ വിരക്തിയുടെ വിശുദ്ധനാണ്. വിരക്തി എന്ന് പറഞ്ഞാൽ വിശുദ്ധി, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന വിശുദ്ധി, അശുദ്ധ പാപങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരുന്ന ആ വിശുദ്ധി, പ്രത്യേക വിശുദ്ധി, ആ വിശുദ്ധി നമുക്ക് ലഭിക്കുവാൻ. അതുപോലെ തന്നെ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. മാതാവിനോട് പറയുന്നതാണ്, ശുദ്ധമുള്ള കന്യക മർത്ത പറയും, അമ്മയെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാണ്. വിശുദ്ധരുടെ പ്രത്യേകത ഇപ്പോഴല്ല പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മരണസമയത്തും. അതിന് പ്രത്യേകം കന്യകമറിയം അമ്മയുടെയും യോസേപ്പ് പിതാവിൻ്റെയും ഒക്കെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.